നമ്മുടെ മധ്യത്തിൽ ആയിരിക്കുന്ന കർത്തദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. നമുക്ക് സങ്കീർത്തന ചിന്തയിലേക്ക് കടക്കാം. ഒരു സങ്കീർത്തനം ഇന്നലെ വൈകിട്ടിരുന്നപ്പോൾ സങ്കീർത്തനം ദൈവം തന്നു. ആ സങ്കീർത്തനത്തിൽ അല്പമായി കേൾക്കുന്നു. ആ സങ്കീർത്തനത്തിൽ നമ്മൾ അല്പമായി ചിന്തിക്കുക. 62-ാം സങ്കീർത്തനമാണ് നമ്മളിന്ന് എടുത്തത്. ഈ 62-ാം സങ്കീർത്തനം 2 ശമൂവേൽ 15-ാം അധ്യായവുമായി ചേർത്ത് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്കത് കുറച്ചുകൂടി ഒരു വ്യക്തത അതിന് വരും എന്ന് വിശ്വസിക്കാം. സ്വന്തം ഈ ദാവീദ് രാജാവിൻ്റെ മകനായ അബ്ശാലോം തൻ്റെ അപ്പനെ മാറ്റി തനിക്ക് രാജാവാകണം. എന്നാലും എൻ്റെ അപ്പന് ആരോഗ്യമുണ്ട്, അപ്പന് ഉടനെ ആ സ്ഥാനം കൊടുക്കത്തില്ല എന്നുള്ളൊരു ഇതായിരിക്കാം. അദ്ദേഹത്തെ ബുദ്ധി പ്രയോഗിച്ച് നമ്മൾ പച്ചമലയാളത്തിൽ പറയുമല്ലോ, വിടക്കാക്കി തനിക്കാക്കുക എന്ന് പറയുന്നത് പോലെ അദ്ദേഹം ബുദ്ധിയോടൊക്കെ ചില കാര്യങ്ങൾ നീക്കി ആ ദേശത്തെ ജനങ്ങളൊക്കെ തനിക്ക് അനുകൂലമാക്കിക്കൊണ്ട് ഈ ദാവീദ് രാജാവിനെതിരെ പ്രവർത്തിക്കുകയും അദ്ദേഹത്തെ അവിടുന്ന് ആ ദേശം വിട്ട് ഓടിപ്പോകുവാൻ നിർബന്ധിതനാക്കുകയും ചെയ്ത ഒരു സാഹചര്യം. ഈ സാഹചര്യത്തിൽ ദാവീദിൻ്റെ കൂടെ ഉറച്ചു നിന്ന ചില വ്യക്തികൾ, അത് ദാവീദിൻ്റെ കൂടെ നിന്ന ദാവീദിൻ്റെ മന്ത്രിയൊക്കെ ആയിരുന്ന അഹീതോഫൽ എന്ന് പറയുന്ന ആ വ്യക്തി ഒക്കെ ഇദ്ദേഹത്തിൻ്റെ കൂടെ ചേരുവാനിടയായി. അപ്പോൾ എന്ത് സംഭവിച്ചു? ഈ അബ്ശാലോമിന് ഒന്നുകൂടെ ബലമായി. കാരണം ഇത്രയും നല്ല ആലോചന പറഞ്ഞു കൊടുക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തി സ്വതന്ത്രം. എന്നാൽ ദാവീദ് അവിടെ നിന്ന് നമുക്ക് ഈ 15-ാം അധ്യായം 30-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ദാവീദ് തലം മൂടിയും ചെരുപ്പിടാതെയും നടന്നും കരഞ്ഞും കൊണ്ട് ഒരു മലയുടെ കയറ്റം കയറി. സ്വതന്ത്രം. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കള് നമുക്കെതിരെ ഒരു വാക്ക് സംസാരിച്ചാൽ പോലും നമുക്കുണ്ടാകുന്ന വിഷമം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആ സാഹചര്യത്തിൽ സ്വന്തം മകൻ സ്വന്തം പിതാവിനെ കൊല്ലാൻ അല്ലെങ്കിൽ സ്വന്തം പിതാവിനെ ഇല്ലാതാക്കുവാൻ പുറകിന് നടക്കുന്ന ഒരു കാഴ്ച അവിടെ കാണാം. സ്വതന്ത്രം. ഇപ്പം ദാവീദ് തലം മൂടിയും ചെരുപ്പിടാതെയും നടന്നും കരഞ്ഞും കൊണ്ട് ഒരു മലയുടെ കയറ്റം കയറി. താൻ ഒരിക്കലും ആരായിരുന്നു? താൻ തൻ്റെ മാതാപിതാക്കളാൽ കൊള്ളപ്പെട്ടവനായിരുന്നു. 27-ാം സങ്കീർത്തനത്തിൽ അത് പറയുന്നുണ്ട്, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. താൻ അന്ന് മുതൽ ദൈവത്തിൽ ആശ്രയം വെച്ച് ജീവിച്ച ഒരു ദൈവവേദനായിരുന്നു. തൻ്റെ മുമ്പോട്ട് വന്നപ്പോൾ വീണ്ടും തനിക്ക് ചില പ്രയാസങ്ങൾ വന്നപ്പോൾ എന്ത് ചെയ്തു? തലം മൂടിയും ചെരുപ്പിടാതെയും നടന്ന് കരഞ്ഞും കൊണ്ട് ഒരു മലയുടെ കയറ്റം കയറി. എന്നിട്ട് ഇദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, അഹീതോഫലിൻ്റെ ആലോചനയെ അബദ്ധമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്വതന്ത്രം. അപ്പോൾ അഹീതോഫലിൻ്റെ ആലോചന എന്താണ്? അത് നല്ല ആലോചനയാണ്. സ്വതന്ത്രം. ദാവീദിനെ എങ്ങനെ കീഴ്പ്പെടുത്തണമെന്ന് അഹീതോഫൽ ഈ മകനായ അബ്ശാലോമിന് പറഞ്ഞു കൊടുക്കുന്നെങ്കിലും സ്വതന്ത്രം ആ ആലോചന ഏറ്റെടുക്കാൻ അബ്ശാലോമിന് കഴിഞ്ഞില്ല. സ്വതന്ത്രം. പക്ഷെ ഒരുപക്ഷെ അങ്ങനെ ഏറ്റെടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ദാവീദിനെ ഇല്ലാതാക്കുവാൻ കഴിയുമായിരുന്നു. എന്നാൽ അഹീതോഫലിൻ്റെ നല്ല ആലോചനയെ ദാവീദിൻ്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ എന്ത് ചെയ്തു? അത് അബദ്ധമാക്കി കളഞ്ഞ ദൈവത്തെ നമുക്കിവിടെ കാണുവാൻ കഴിയും. പിന്നെ സംഭവിക്കുന്നത് എന്തുവാ? ഈ അഹീതോഫൽ എൻ്റെ ആലോചന അവൻ ഏറ്റെടുത്തില്ല എന്ന് പറഞ്ഞ് അഹീതോഫൽ ആത്മഹത്യ ചെയ്യുവാൻ ഇടയായി. സ്വന്തം. ഇതാണ് നമുക്കിതിൻ്റെ ഇതിൻ്റെ പിന്നിലുള്ള കാര്യം. അവിടെ നമുക്ക് ഈ സങ്കീർത്തനത്തിൽ 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു, എൻ്റെ രക്ഷ അവങ്കിൽ നിന്ന് വരുന്നു. സ്വതന്ത്രം. ഈ 5-ാം വാക്യവും സെയിം ഇത് തന്നെയാണ് പറയുന്നത്, എൻ്റെ ഉള്ളമേ ദൈവത്തെ നോക്കി മൗനമായിരിക്കുക, എൻ്റെ പ്രത്യാശ അവങ്കിൽ നിന്ന് വരും. അപ്പം ദാവീദ് തൻ്റെ ഹൃദയത്തോട് പറയുകയാണ്, എൻ്റെ ഉള്ളമേ ദൈവത്തെ നോക്കി മൗനമായിരിക്കുക. മൗനമായിരിക്കേണ്ട സാഹചര്യങ്ങളിൽ, പ്രതികൂലങ്ങളിൽ, നമുക്ക് തീരുമാനം എടുക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അല്പസമയം ദൈവത്തെ നോക്കി ഒന്ന് മൗനമായിരിക്കുവാനും ദൈവസന്നിധിയിൽ നിന്ന് കേൾപ്പാനും നമുക്ക് കഴിയണം. അപ്പോൾ ഇവിടെ പറയുന്നത്, എൻ്റെ രക്ഷയും എൻ്റെ പ്രത്യാശയും ഒക്കെ ഈ ദൈവത്തിൽ നിന്നാണ് വരുന്നത് എന്നാണ് പറയുന്നത്. സ്തോത്രം. അപ്പം ദാവീദിനെ പോലെ നമ്മുടെ ചില സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യണം? മൗനമായിരുന്ന ദൈവത്തിൽ നിന്ന് കേൾപ്പാൻ നമുക്ക് കഴിയണം. സ്തോത്രം. നമുക്കറിയാം, നമുക്ക് എന്തെങ്കിലും ഒരു പ്രതികൂലം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആദ്യമേ എടുത്തിയാടി ആലോചിക്കാതെ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു കളയും, അല്ലേ? നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നൊരു കുഴപ്പമാണ് അത്. പെട്ടെന്ന് നമുക്ക് കോപം വന്നു കഴിഞ്ഞാൽ ചിന്തയില്ലാതെ നമ്മൾ സംസാരിക്കുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ പറയുകയാണ്, യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 26-ാം വാക്യത്തിൽ പറയുകയാണ്, നിങ്ങളുടെ നാവിന് നിങ്ങൾ കടിഞ്ഞാണിടണം. തൻ്റെ നാവിനെ കടിഞ്ഞാണ്ടാതെ തൻ്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട്
താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവൻ്റെ ഭക്തി വ്യർത്ഥമെന്ന് ഇവിടെ ദൈവവചനത്തിൽ പറയുകയാണ്. സ്തോത്രം. അപ്പോൾ പ്രതികൂലങ്ങൾ ഒരു പക്ഷേ പ്രതികൂലങ്ങളായിരിക്കും ഒരു മനുഷ്യനെ എപ്പോഴും രൂപപ്പെടുത്തുന്നത് കേട്ടോ. നമ്മളത് മറന്നു പോകരുത്. നമ്മുടെ ചുറ്റും നടക്കുന്ന പ്രതികൂലങ്ങൾ. അപ്പം ദാവീദിന് ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു സാഹചര്യം നേരിട്ട് പരിചയമില്ല. പക്ഷെ ദാവീദ് എന്ത് ചെയ്തു? ദാവീദ് അബ്ശാലോമിനെ കൊല്ലാനോ അല്ലെങ്കിൽ തൻ്റെ രാജ്യത്ത് നിലനിർത്താനോ ഒന്നും ദാവീദ് അവിടെ ശ്രമിക്കുന്നില്ല. ദാവീദ് ഓടിപ്പോകുന്നു, മാറിയിരിക്കുന്നു, താൻ ദൈവസന്നിധിയിലേക്ക് നോക്കി മൗനമായിരിക്കുന്നു. കാരണം ദാവീദിന് തൻ്റെ മകനെ കൊല്ലാൻ ആഗ്രഹമില്ല, തൻ്റെ മകനെതിരെ പ്രാർത്ഥിക്കാനും ഒരുപക്ഷെ തനിക്ക് ആഗ്രഹമില്ല. നല്ല ബുദ്ധി കൊടുക്കണമെന്നായിരിക്കും ഒരുപക്ഷെ ദാവീദിൻ്റെ പ്രാർത്ഥന. സ്വന്തം. അപ്പോൾ ഇതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? നമ്മുടെ നാവിനെ കടിഞ്ഞാണിടണം. അത് വളരെ അത്യന്താപേക്ഷിതമാണ്. കാരണം നാവ് ഒരു തീയാണ് എന്നാണ് പറയുന്നത്. സ്വന്തം. രണ്ടാം ഭാഗ്യത്തിൽ പറയുന്നത്, അവൻ തന്നെ എൻ്റെ പാറയും എൻ്റെ രക്ഷയുമാകും, എൻ്റെ ഗോപുരം അവൻ തന്നെ, ഞാൻ ഏറെ കുലുങ്ങുകയില്ല. സ്വന്തം. അപ്പം ദൈവം എന്താണ്? ദാവീദിൻ്റെ പല സങ്കീർത്തനത്തിലും നമുക്കിത് കാണാൻ സാധിക്കും. എൻ്റെ പാറയായ ദൈവം, എൻ്റെ സങ്കേതമായ ദൈവം, എൻ്റെ കോട്ടയായ, എൻ്റെ ഗോപുരമായ ദൈവം എന്നൊക്കെ ദാവീദ് പലപ്പോഴും ദൈവത്തെക്കുറിച്ച് പറയുകയാണ്. നമ്മുടെ ജീവിതത്തിലും എന്തായിരിക്കണം? നമുക്ക് നമ്മുടെ കഷ്ടങ്ങളിലും നമ്മുടെ പ്രയാസങ്ങളിലും ഒക്കെ നമുക്കും പറയുവാൻ കഴിയണം, ദൈവം എൻ്റെ സങ്കേതമാണ്, എൻ്റെ കോട്ടയാണ്. നമ്മളെല്ലാവരും വളരെ സന്തോഷത്തോടെ പാടുന്നൊരു പാട്ടാണ് ശൈലവും എൻ്റെ സങ്കേതവും കോട്ടയം എൻ്റെ പാറയുമേ. ആ 18ാം സങ്കീർത്തനെ ആസ്പദമാക്കിയുള്ളൊരു പാട്ടാണ്. പക്ഷേ ആ പാട്ട് പാടുമ്പോൾ എനിക്ക് പലപ്പോഴും ആ പാട്ട് പാടി ഒന്ന് ബലപ്പെടുവാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്വന്തം. എല്ലാവർക്കും അങ്ങനെയാണോ എന്നറിയത്തില്ല. എങ്കിലും ഇങ്ങനെയുള്ള പാട്ടുകളും ഇങ്ങനെയുള്ള വചനവും ഒക്കെ ധ്യാനിക്കുമ്പോൾ ഈ ഓരോ വാക്കിൻ്റെ അർത്ഥങ്ങളോട് നമ്മൾ മനസ്സിലാക്കി ചിന്തിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ആ സമയത്തൊക്കെ കുറച്ചുകൂടെ ബലപ്പെടുവാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്വന്തം. 3-ാം ഭാഗ്യത്തിൽ പറയുകയാണ്, നിങ്ങളെല്ലാവരും ചാഞ്ഞ മതിലും ആടുന്ന വേലിയം പോലെ എന്ന് പറയുകയാണ്. ഈ മതിലിൻ്റെ ഉത്തരവാദിത്തം കഴിഞ്ഞ ആഴ്ച നമ്മൾ മതിലിനെ കുറിച്ച് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത് മതിൽ പണിയുന്നു എന്നതിനെ ആസ്പദമാക്കിയാണ് പറഞ്ഞത്. ഈ ആഴ്ച പറയുകയാണ്, നിങ്ങളെല്ലാവരും ചാഞ്ഞ മതിലും ആടുന്ന വേലിയും. എന്താണ് ഈ മതിൽ ചാഞ്ഞു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മതിലെന്ന് പറഞ്ഞാൽ സംരക്ഷണം ഏകേണ്ടതാണ് മതിൽ. പക്ഷേ ഈ മതിൽ ചാഞ്ഞു പോയി കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും ഈ മതിൽ ഈസിയായിട്ട് നമുക്ക് കടന്ന് അകത്ത് കയറുവാൻ സാധിക്കും. അതുപോലെ തന്നെ വേലിയുടെ ഉത്തരവാദിത്വം മറ്റ് പല ജീവികളിൽ നിന്നും അല്ലെങ്കിൽ ശത്രുക്കളിൽ നിന്നും ഒക്കെ നമ്മുടെ ഇതിനെ സംരക്ഷിക്കുക, നമ്മുടെ ബൗണ്ടറിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. പക്ഷേ വേലി എന്താണ്? ആടിപ്പോയി കഴിഞ്ഞാൽ ഈ വേലി കൊണ്ടും യാതൊരു പ്രയോജനവുമില്ല എന്നുള്ളൊരു കാര്യമാണ്. സ്വന്തം. ഇവിടെ നമുക്കൊരു മനുഷ്യനെ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിച്ചാൽ ഇരു മനസ്സുള്ള മനുഷ്യനും ഈ ചാഞ്ഞ മതിലും ആടുന്ന വേലിയും തുല്യമാണ്. സ്വന്തം. അപ്പം നമുക്ക് ചില വിഷയങ്ങളിൽ നമുക്ക് ദൈവം വേണം, ചില വിഷയങ്ങളിൽ ദൈവം വേണ്ട. നമുക്കറിയാം, ഏലിയാ പ്രവാചകൻ അവിടെ വന്ന് പറയുന്നുണ്ട്, നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാലിടും. ആ ജനത്തോട് ചോദിക്കുവാണ്. ഒരിക്കൽ ദൈവത്തെ അറിഞ്ഞ ആ ജനത്തോട് ഈ ഏലിയാ പ്രവാചകൻ ചോദിക്കുകയാണ്, നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാലിടും? യഹോവ ദൈവമെങ്കിൽ നിങ്ങൾ എൻ്റെ പക്ഷം, അല്ല ഇനി മറ്റു ദൈവമാണ് എന്നാണ് നിങ്ങൾക്ക് ചിന്തിക്കുന്നുവെങ്കിൽ ആൾ കൂടിയ ഇടത്തേക്ക് നിങ്ങൾക്ക് പോകാം എന്ന് പറയുകയാണ്. സ്വന്തം. നമ്മുടെ ജീവിതത്തിലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചില കാര്യങ്ങളിൽ മാത്രമല്ല നമ്മൾ ദൈവത്തെ അന്വേഷിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിലെ സമസ്ത മേഖലകളിലും സമസ്ത വിഷയങ്ങളിലും നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്നവരും ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നവരുമായിരിക്കണം എന്നുള്ളൊരു കാര്യം നമ്മൾ മറന്നു പോകരുത്. ഇനി നമുക്ക് തന്നെ ചില വിഷയങ്ങളിൽ തീരുമാനമെടുക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ദൈവത്തെ അറിയാത്ത ലോകത്തോട് ചേർന്ന് നടക്കുന്ന മനുഷ്യരോട് എന്ന ആലോചന ചോദിച്ച് നമ്മുടെ ഒരു വിശ്വാസി തൻ്റെ ജീവിതത്തിൽ തീരുമാനമെടുക്കരുത്. അത് എല്ലാവരും പ്രത്യേകമായിട്ട് ഓർത്തുകൊള്ളണം. നമുക്കറിയാം, ഇപ്പം ഞങ്ങളൊക്കെ കടന്നു വന്നു, ഇപ്പം ഞങ്ങൾ വിട്ടുവന്ന സഭയുണ്ട്, പാരമ്പര്യമുണ്ട്, അങ്ങനെയുള്ള ഇതുണ്ട്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിൽ ഞാൻ തീരുമാനമെടുക്കുമ്പോൾ ഞാൻ ചെന്ന് അവിടുത്തെ അച്ഛനോടോ അല്ലെങ്കിൽ ആ വിശ്വാസത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയോടോ ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്താ സംഭവിക്കുന്നത്? അവർ ആ ലോകത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ്. അവർക്ക് ദൈവത്തിൻ്റെ ആലോചന എന്താ എന്ന് നമുക്ക് പറഞ്ഞു തരുവാൻ കഴിയത്തില്ല. ആകയാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ ചാഞ്ഞ വേലിയോ ആടുന്ന മതിലോ പോലെ ആകാതെ എപ്പോഴും യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കുവാൻ നമുക്ക് കഴിയണം. നമുക്കറിയാം, യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തൻ്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടത്. സ്വന്തം. അപ്പോൾ ഈ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ മനുഷ്യനിൽ ആശ്രയിക്കരുത്, നമ്മുടെ ജഡത്തെ നമ്മുടെ ഭുജമാക്കരുത്. ഇപ്പം ജഡം എന്ന് പറയുന്നത് നമുക്കറിയാം, ജഡത്തിൻ്റെ പ്രവൃത്തികളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഗലാത്യരുടെ പുസ്തകത്തിൽ. അപ്പം നമ്മൾ ഒരു ഉദാഹരണം പറയുക, എനിക്ക് കോപമുള്ളൊരു വ്യക്തിയാണ്. ഈ കോപമുള്ള വ്യക്തി
അല്ലാത്തൊരു വ്യക്തിയുടെ അടുത്ത് എൻ്റെ കോപം കൊണ്ട് ഞാൻ അദ്ദേഹത്തെ കൊണ്ടൊരു കാര്യം സാധിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ എന്താണ് ഞാൻ ജഡത്തിൽ ആശ്രയിക്കുന്നത്? മനസ്സിലായില്ലേ? മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് നല്ല കോപമുള്ള വ്യക്തിയാണെന്ന് വിചാരിക്കുക. വേറൊരു വ്യക്തിയോട് ഞാനൊരു അഭിപ്രായം പറഞ്ഞിട്ട് അദ്ദേഹം ആ വിഷയം ഏൽക്കുന്നില്ല. അപ്പം ഞാനങ്ങ് കഠിനമായിട്ട് വിദേശപ്പെട്ടിട്ട് അദ്ദേഹത്തെ കൊണ്ട് അത് അനുസരിപ്പിക്കുക. അപ്പോൾ ഇതെന്ത് സംഭവിക്കുന്നത്? എൻ്റെ ജഡത്തിൽ ആശ്രയിച്ച് ഞാൻ എൻ്റെ കോപത്തിലാണ് അദ്ദേഹത്തെ കൊണ്ട് അനുസരിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കൊള്ളുക. അപ്പം നമ്മൾ മനുഷ്യരിൽ ആശ്രയിക്കരുത്, ജഡത്തെ നമ്മുടെ ഭുജമാക്കരുത്, ഹൃദയം കൊണ്ട് നമ്മൾ ദൈവത്തെ വിട്ട് മാറരുത്. ഈ 3 വിഷയങ്ങൾ ഈ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. സ്വന്തം അപ്പോൾ അങ്ങനെ ഈ 3 വിഷയത്തിൽ നമ്മൾ തെറ്റിപ്പോയാൽ അവിടെ പറയുന്നത് അവൻ ശപിക്കപ്പെട്ടവനാകുന്നു എന്നാണ് ദൈവവചനത്തിൽ പറയുന്നത്. സ്വന്തം എന്നിട്ട് പറയുകയാണ്, ഒരു മനുഷ്യനെ കൊല്ലേണ്ടതിന് എത്രത്തോളം അവനെ ആക്രമിക്കും, അവൻ്റെ പദവിയിൽ നിന്ന് അവനെ തെള്ളിയിടുവാൻ അത്രേ അവർ നിരൂപിക്കുന്നത്. സ്വതന്ത്രം അവർ ഫോഴ്സ്കിൽ ഇഷ്ടപ്പെടും. സ്വതന്ത്രം അപ്പോൾ പദവിയിൽ നിന്ന് തെള്ളിയിടണം. സ്വതന്ത്രം നമുക്കറിയാം, നമ്മൾ ഇന്ന് ഈ ആലയത്തിനകത്ത് ഇരിക്കുന്നുവെങ്കിൽ നമ്മൾ വെറുതെ വന്നിരിക്കുന്നതല്ല. നമുക്ക് ദൈവം ഒരു പദവി തന്നിട്ടുണ്ട്. നമുക്കുള്ള പദവി 1 പത്രോസ് 2-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിലുണ്ട്. നമ്മളെന്താണ്? നമ്മൾ രാജകീയ പുരോഹിത വർഗമാണ്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്, ദൈവത്തിൻ്റെ ഇഷ്ടമക്കളാണ്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളെന്ന് നമ്മളെ വിളിക്കുന്നല്ലേ. നമുക്കറിയാം, യോഹന്നാൻ്റെ ലേഖനത്തിലൊക്കെ പറയുന്നുണ്ട്, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുക, പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു. അല്ലെങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവന് അധികാരം കൊടുക്കും. സ്വതന്ത്രം അപ്പോൾ നമ്മൾ എന്താണ്? നമ്മൾ ദൈവമക്കളാണ്. സ്വതന്ത്രം ഈ ഒരു ബോധ്യം നമുക്ക് വേണം. അപ്പം നമുക്ക് ഈ ഒരു പദവി വെറുതെ ലഭിച്ചതല്ല, നമുക്ക് ദൈവം തിരഞ്ഞെടുത്ത് നമുക്ക് തന്ന ഒരു പദവിയാണ്. നമ്മൾ ചിലതൊക്കെ വിട്ട് ഓടേണ്ട സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി. നമ്മൾ ആ ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിച്ച് ദൈവവചനത്തിന് വില കൊടുത്ത് നമ്മൾ നിന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ ദൈവമക്കളാണ്. അപ്പോൾ ഈ പദവിയിൽ നിന്ന് തെള്ളിയിടുവാൻ എന്ത് ചെയ്യും? ശത്രു നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കും. സ്വതന്ത്രം അപ്പോൾ ഇത് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അവിടെ പറയുകയാണ്, അവർ ഫോഴ്സ്കിൽ ഇഷ്ടപ്പെടുന്നു. സ്വതന്ത്രം അപ്പം എന്താ പറയുന്നത്? നമുക്ക് ആദ്യം മുതൽ പിശാച് എന്താ ചെയ്യുന്നത്? പിശാച് ഫോഴ്സ്ക് പറയുന്നവനും അവൻ്റെ അപ്പനും എന്നാണ് പിശാചിനെ കുറിച്ച് പറയുന്നത്. ആദ്യം മുതൽ ഈ ഫോഴ്സ്കുമായിട്ടാണ് സ്വതന്ത്രം ഈ പിശാച് നമ്മുടെ അടുത്ത് വരുന്നത്. സ്വതന്ത്രം യാക്കോബിന്റെ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും ഫോഴ്സ്ക് പറയുകയും അരുത്. സ്വതന്ത്രം സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയോ ഫോഴ്സ്ക് പറയുകയോ നമ്മൾ ചെയ്യരുത്. സ്വതന്ത്രം ഈ ഫോഴ്സ്ക് പറഞ്ഞുകൊണ്ട് അപ്പം നമുക്ക് നിസ്സാരമായിട്ട് ചിന്തിക്കാം, ഫോഴ്സ്ക് പറഞ്ഞ ചിലതൊക്കെ നേടാമെന്ന് നമുക്ക് ചിന്തിക്കാം. എന്നാൽ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ നഷ്ടങ്ങൾ ഉണ്ടായാലും കള്ളം പറയരുത്. എൻ്റെ ഒരു സുഹൃത്ത്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, സുഹൃത്ത് നാട്ടിലൊരു വസ്തു മേടിച്ചു, ഏകദേശം 25 ലക്ഷം രൂപ അടുത്തെങ്ങാൻ വസ്തു എല്ലാം കൂടെ ആകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എന്ത് സംഭവിച്ചു? വില്ലേജിൽ ചെല്ലുമ്പോൾ അവർ പറയും, ഭൂമിയുടെ ഒരു ഗവൺമെൻറ് നിശ്ചയിച്ച മതിപ്പ് വിലയുണ്ട്. അപ്പോൾ ആ മതിപ്പ് വില ചിലപ്പോൾ 1 ലക്ഷം രൂപയായിരിക്കും. 10 സെൻറ്റ് വസ്തുവിന് 25 ലക്ഷം രൂപയാണ് ടോട്ടൽ വില. 1 ലക്ഷം രൂപയായിരിക്കും വസ്തുവിൻ്റെ വില. 10 ലക്ഷം രൂപ അപ്പോൾ ആധാരത്തിൽ കാണിക്കും. ഇപ്പോൾ ഗവൺമെൻറ്റിന് 10 ലക്ഷത്തിന് ടാക്സ് കൊടുത്താൽ മതി, ബാക്കി 15 ലക്ഷം അല്ലാതെ പൈസ കൊടുക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ കള്ളത്തരം കാണിക്കുന്ന വ്യക്തിജീവിതങ്ങൾ ഉണ്ട്. അപ്പോൾ ഈ വ്യക്തി നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു? 25 ലക്ഷം രൂപയും എഴുതിച്ചു. 25 ലക്ഷം രൂപ എഴുതിച്ചു കഴിഞ്ഞപ്പം ഇദ്ദേഹത്തിൻ്റെ പാസ്റ്റർ, അവിടെ ചർച്ചിലുള്ള പാസ്റ്റർ പറഞ്ഞു, തനിക്ക് ഭ്രാന്താണോ എന്ന് ചോദിച്ചു. ഇദ്ദേഹം പറഞ്ഞില്ല, ഞാൻ കള്ളം കാണിക്കത്തില്ല, ഞാനത് കാണിക്കത്തില്ല, ഒരു കാരണവശാലും കാണിക്കത്തില്ല. ഇദ്ദേഹം ഒരു നിലപാടെടുത്തു. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള നിലപാടുകളൊക്കെ എടുക്കുവാൻ സാധിക്കണം. നമ്മൾ ഈ വചനം കേൾക്കുന്നവർ മാത്രമായിരിക്കാതെ നമ്മൾ ഈ വചനത്തെ അനുസരിക്കുന്നവരും കൂടെ ആയിരിക്കണം. അപ്പം നിസ്സാര കാര്യങ്ങളിൽ നമുക്ക് ദൈവത്തെ അനുസരിക്കാൻ സാധിക്കും. അപ്പം നമ്മുടെ എന്തായാലും മുമ്പോട്ടുള്ള ജീവിതത്തിൽ എന്തായാലും നമ്മുടെ ജീവിതത്തിൽ എന്ത് തന്നെ സംഭവിച്ചാലും കള്ളം പറയുകയില്ല, വ്യാജം പറയുകയില്ല, ഫോഴ്സ്ക് പറയുകയില്ല എന്നൊരു തീരുമാനം നമ്മളെടുത്ത് മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. കാരണം ഫോഴ്സ്ക് എന്ന് പറയുന്നത് നമ്മുടെ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് വരുന്നതല്ല, അത് പിശാചിൻ്റെ കയ്യിൽ നിന്ന് വരുന്നതാണ് എന്ന് നമ്മൾ ഓർത്തു കൊടുക്കുക. സ്വതന്ത്രം ഈ സങ്കീർത്തനത്തിൻ്റെ തന്നെ 9-ാം വാക്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, സാമാന്യ ജനം ഒരു ശ്വാസവും ശ്രേഷ്ഠ ജനം ഫോഴ്സ്കുമത്രേ എന്ന് പറയുന്നു. സ്വതന്ത്രം നമുക്കറിയാം, ചിലർ
ഈ രാജാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ സാമാന്യ ജനം, ശ്രേഷ്ഠ ജനം എന്ന് പറയുമ്പോൾ ഈ അഹീതോഫൽ എന്ന് പറയുന്ന വ്യക്തിയൊക്കെ ആ നാട്ടിലെ ശ്രേഷ്ഠ ജനമാണ്, അധികാരവും ഒക്കെയുള്ള ശ്രേഷ്ഠ ജനമാണ്. സാമാന്യ ജനം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ ജനങ്ങളെ സാമാന്യ ജനം എന്ന് പറയുന്നു. അപ്പം ഒരു രാജാവ് എന്ന നിലയ്ക്ക് താൻ പ്രശംസിക്കുകയാണ്, ഞാൻ എൻ്റെ സാമാന്യ ജനത്തിൽ പ്രശംസിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ശ്രേഷ്ഠ ജനത്തിൽ പ്രശംസിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ കണക്ട് ചെയ്ത് നമ്മൾ ചിന്തിച്ചു കൊള്ളുക. നമ്മുടെ ജീവിതത്തിൽ അങ്ങനത്തെ സാഹചര്യം ഉണ്ടാകരുത്. അപ്പം നമുക്ക് ചില ഉന്നതങ്ങളിൽ ബന്ധമുണ്ട്, എനിക്ക് ചില നമ്മുടെ വിശ്വാസ ജീവിതം തന്നെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ സെൻട്രൽ പാസ്റ്ററെ അറിയാം, അല്ലെങ്കിൽ ഈ സഭയുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പാസ്റ്ററെ അറിയാം എന്ന് നമ്മൾ ചിന്തിക്കുക, അല്ലെ എനിക്ക് ഒത്തിരി വിശ്വാസികളെ പരിചയമുണ്ടെന്ന് ചിന്തിക്കുക. ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുക. അപ്പം ഈ ദാവീദിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു? എല്ലാവരും തന്നെ ഇങ്ങ് തള്ളിക്കളഞ്ഞു. തൻ്റെ മന്ത്രിയായിരുന്ന അഹീതോഫലൊക്കെ തൻ്റെ കൂടെ നിൽക്കുമെന്ന് താൻ വിശ്വസിച്ച വ്യക്തി പോലും തന്നെ തള്ളിക്കളഞ്ഞ് മാറിപ്പോയി. അപ്പോൾ ഇവിടെ പറയുകയാണ്, എന്താണ്, സാമാന്യ ജനം ഒരു ശ്വാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവരിൽ ആശ്രയിക്കരുത്. ഈ സാമാന്യ ജനത്തിലല്ല മനുഷ്യൻ ഒരു വിശ്വാസി വിശ്വസിക്കേണ്ടത്. അല്ലെ ശ്രേഷ്ഠ ജനം എന്ന് പറയുന്നത് ഒരു പോസ്റ്റാണ്. ഇത് ഒരിക്കലും നമ്മുടെ കൂടെ നിൽക്കുമെന്ന് നമ്മൾ കരുതരുത്. എന്നിട്ട് പറയുകയാണ്, തുലാസിന്റെ തട്ടിൽ മുങ്ങിപ്പോ ഒരു ശ്വാസത്തേക്കാൾ ലഘുവാകുന്നു. നമുക്കറിയാം, പുല്ലെതിർന്ന് പൂ വാടിപ്പോയി. അപ്പോൾ ഇതുപോലെയുള്ളൊരു മനുഷ്യന്റെ കാര്യം എന്നാണ് ദൈവവചനത്തിൽ പറയുന്നത്. പുല്ലിനും പൂവിനും സമാനമായ ഒരു ജീവിതമാണ് ഈ ലോക ജീവിതത്തിൽ മനുഷ്യൻ്റെത് എന്ന് നമ്മൾ ഓർത്തു കൊടുക്കുക. നമ്മൾ മനുഷ്യരിൽ ആശ്രയിക്കുന്നവരായല്ല, ദൈവത്തിൽ ആശ്രയിക്കുന്നവരായി നമ്മുടെ വിശ്വാസ ജീവിതത്തെ മുമ്പോട്ട് നയിപ്പാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അതിൻ്റെ താഴത്തെ 10-ാം വാക്യത്തിൽ പറയുകയാണ്, പീഡനത്തിൽ ആശ്രയിക്കരുത്, കവർച്ചയിൽ മയങ്ങിപ്പോകരുത്, സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വയ്ക്കരുത്. സ്വന്തം ഇപ്പോൾ സമ്പത്ത് വർദ്ധിക്കുമ്പോൾ നമ്മൾ ഈ സമ്പത്തിന് അമിതമായ പ്രാധാന്യം കൊടുത്ത് നമ്മൾ സമ്പത്തിൽ ആശ്രയിച്ച് നിൽക്കരുത് എന്ന് പറയുകയാണ്. സ്വന്തം ഞാൻ ഓർക്കുകയാണ്, നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെയൊക്കെ ആരംഭഘട്ടമുണ്ട്, ചില പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ ഉള്ള കാലഘട്ടം. അന്ന് നമുക്ക് എന്തായിരിക്കും, നമ്മുടെ വീട്ടുകാരൊക്കെ നമ്മളെ തള്ളിക്കളഞ്ഞൊരു സമയമായിരിക്കും. നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ ആശ്രയിച്ച പല കൊമ്പുകളും കാണും, ഇതൊക്കെ നമുക്ക് നഷ്ടമായ സമയമായിരിക്കും. ഈ സമയത്ത് നമ്മൾ വാസ്തവമായിട്ടും ദൈവത്തോട് അടുത്തിയല്ല. നമ്മളിരിക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ നമ്മൾ ദൈവത്തെ വിളിക്കും, ദൈവത്തെ ഹൃദയം കൊണ്ട് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. നമ്മളൊരു വ്യക്തിയോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ദൈവം നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കും. എന്നാൽ നമ്മളൊന്ന് ചിന്തിച്ച് വയ്ക്കാം, നമ്മുടെ ജീവിതത്തിൽ കുറച്ച് പൈസ ആകുന്നു, സമ്പത്താകുന്നു, നമുക്ക് ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്കൊരു ബിസിനസ്സായി, അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി വരുമാനമായി, നമ്മൾ ബിസിനസ്സിൻ്റെ തിരക്കുകൾ ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിയുമ്പോഴല്ലോ നമുക്ക് നഷ്ടമാകുന്ന എന്താണ്, ഈ ദൈവമായിട്ടുള്ള ഈ ഒരു ബന്ധമാണ് നമുക്ക് നഷ്ടമാകുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, സദൃശവാക്യത്തിൽ പറഞ്ഞത്, സമാധാനത്തോടു കൂടിയുള്ള സമ്പത്ത്, അല്ലെങ്കിൽ ദാരിദ്ര്യവും സമ്പത്തും ഞങ്ങൾക്ക് തരാതെ നിത്യവൃത്തി എന്ന് ഞങ്ങളെ പോറ്റണമേ എന്ന് പറയുന്ന ഒരു വചനമുണ്ട്. സ്വത്രം നമ്മൾ ഒരുപാട് സമ്പത്തിൽ ആശ്രയിക്കരുത്. കാരണം സമ്പത്തിൽ ആശ്രയിച്ച് കഴിയുമ്പോൾ എന്തുണ്ട്, നമുക്കവിടെ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കും. നമുക്കറിയാം, ഏതെങ്കിലും വെച്ച് മനുഷ്യന് നഷ്ടമായത് ദൈവമായുള്ള ഒരു ബന്ധമാണ് നഷ്ടമായത്. ഇത് തന്നെയാണ് നമ്മൾ പലതിലും ആശ്രയം വെച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാകുന്നത്, ദൈവവുമായുള്ള ഒരു ബന്ധം നഷ്ടമായി പോകും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കുക, സമാധാനത്തോടു കൂടിയുള്ള സമ്പത്ത്, ദൈവമേ അങ്ങേ വിട്ട് ഞങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ നീങ്ങുവാൻ ഇടയാകരുത് എന്ന് നമ്മൾ ചിന്തിച്ചു കൊടുക്കുക. സ്വന്തം 11-ാം വാക്യത്തിൽ പറയുന്ന, ബലം ദൈവത്തിനുള്ളതെന്ന് ദൈവം ഒരിക്കൽ അരുളി ചെയ്തു, ഞാൻ 2 പ്രാവശ്യം കേട്ടുമിരിക്കും. അപ്പം ബലം ദൈവത്തിനുള്ളതാണ്. ഈ വസ്തുത നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, സ്വത്രം ഈ വസ്തുത നമ്മൾ വാസ്തവമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമ്മൾ മറ്റുള്ള താങ്ങുകളിലേക്കൊന്നും നമ്മൾ പോകത്തില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ ഓർത്തു കൊള്ളുക. സ്വത്രം അവിടെ പറയുകയാണ്, കർത്താവെ ദയം നിനക്കുള്ളതാകുന്നു, നീ ഓരോരുത്തരും അവനതിൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം കൊടുക്കുന്നു. സ്വത്രം നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൽ സകലത്തെയും ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. വെളിപ്പാടിൻ്റെ പുസ്തകത്തിലേക്ക് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പുസ്തകം തുറന്നു 2 വിധത്തിലുള്ളതായ പുസ്തകങ്ങളെ കുറിച്ചൊക്കെ നമുക്കവിടെ കാണുവാൻ കഴിയും. ഇതിൻ്റെ അകത്ത് ന്യായവിധി നമുക്ക് മുമ്പോട്ടുണ്ട്. അപ്പോൾ അതൊരു ന്യായം വിധിക്കുന്ന ദൈവമാണ്. അവനവൻ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാണോ തീയതാണോ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം നമ്മളെ ന്യായം വിധിക്കും. നമ്മൾ ചിന്തിക്കരുത്, നമ്മളിങ്ങനെ ജീവിച്ചു അങ്ങനെ കടന്നുപോയി പിന്നെ ഒന്നുമില്ല ഇത്രയൊക്കെ ഉള്ളൂ എന്ന് ചിന്തിക്കരുത്. അല്ല, നമുക്കൊരു നിത്യത നമുക്കുണ്ട് എന്നൊരു കാര്യം നമ്മൾ ഓർത്തുകൊള്ളുക. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ വാഗ്ദത്തം പിതാവായ ദൈവത്തോടുകൂടെ മനുഷ്യൻ്റെ കൂടാരം എന്നുള്ളതാണ് ഏറ്റവും വലിയ വാഗ്ദത്തം. അതിൽ പല ഒരു വാഗ്ദത്തമില്ല. അപ്പം നമുക്ക് അതിൻ്റെ വില നമുക്ക് മനസ്സിലാകണം.
യേശുക്രിസ്തു ഒരു ഉപമ പറഞ്ഞായിരുന്നു. ആ ഉപമയിൽ ഇങ്ങനെ പറയുന്നത്, ഒരു വയൽ, ഒരു വ്യക്തി ഒരു നിധി ഒരു വയലിൽ കിടക്കുന്നതാണ്. ആ വയൽ, ആ കർഷകനുള്ള സകലവും വെച്ചിട്ട് ആ വയലും മേടിച്ചു. എന്നിട്ട് അപ്പോൾ ആ കർഷകൻ്റെ ഉദ്ദേശം എന്തായിരിക്കും? കർഷകന് നല്ല ബോധ്യമുണ്ട്, എൻ്റെ വീടും പറമ്പും വിറ്റിട്ട് ഞാൻ ഈ വയൽ മേടിച്ചാൽ ആ വയലിൽ എൻ്റെ വീടിൻ്റെയും പറമ്പിൻ്റെയും വിലയെ മതിക്കുന്നതിലും അധികമായ ഒരു നിധി അത് ഈ പറമ്പിലുണ്ട്, ഈ പുരേടത്തിലുണ്ട് എന്ന് ഈ കർഷകന് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ ആയതിനാൽ തനിക്കുള്ള സകലവും പറ്റിയത് മേടിച്ചു എന്ന് പറഞ്ഞതുപോലെയാണ് നാം ഈ ലോക ജീവിതത്തിലായിരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും വില മതിക്കേണ്ടത് ദൈവവചനത്തിനും ദൈവത്തോടുള്ള ആരാധനയ്ക്കും ഒക്കെ ആയിരിക്കണം. കാരണം നമ്മുടെ നിത്യതയ്ക്കായിട്ടാണ് നാം ഇവിടെ സമ്പാദിക്കുന്നത് എന്നുള്ളൊരു കാര്യം നാം മറന്നു പോകരുത്. നമുക്കറിയാം, യേശുക്രിസ്തുവിൻ്റെ അടുത്ത് കടന്നു വന്ന പലരും പല ഉദ്ദേശവുമായിട്ട് യേശുക്രിസ്തുവിൻ്റെ അടുത്ത് കടന്നു വന്നത്. അതിൽ ഒരു വ്യക്തി യേശുക്രിസ്തുവിൻ്റെ അടുത്ത് കടന്നു വരികയാണ്. ലൂക്കോസ് 12-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം. ഞാൻ പറയുകയാണ്, ഗുരു, ഞാനുമായി അവകാശം പകുതി ചെയ്യുവാൻ എൻ്റെ സഹോദരനോട് കൽപ്പിച്ചാൽ. അപ്പോൾ ഈ വ്യക്തി യേശുവിൻ്റെ കൂടെ നടന്നു, യേശുവിൻ്റെ വചനം കേട്ടു, എല്ലാം കേട്ടു. പക്ഷേ ഈ വ്യക്തിയുടെ ആവശ്യം എന്താ? എൻ്റെ വസ്തു ഒന്ന് തുല്യാതുല്യമായിട്ടൊന്ന് വീതിച്ചു തരണം, ഞങ്ങളുടെ ഇടയ്ക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകരുത്. ഇതിനു വേണ്ടിയാണ് ഈ വ്യക്തി യേശു ക്രിസ്തുവിനെ അനുഗമിച്ചത്. സ്വന്തം നാം എന്തിനു വേണ്ടി ക്രിസ്തുവിനെ അനുഗമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിരിക്കുന്നത്. ആയതുകൊണ്ട് നാം ഇങ്ങനെയുള്ള നാം ഈ ലോകത്തിലേക്ക് ചപ്പും കുപ്പയും ഇത് സമ്പാദിക്കാൻ വേണ്ടിയല്ല നാം ദൈവത്തെ അനുഗമിക്കേണ്ടത് എന്നൊരു കാര്യം നാം ഓർത്തുകൊള്ളുക. ഇവിടെ അതിൻ്റെ താഴത്തെ വാക്യത്തിൽ പറയുകയാണ്, സകല ദ്രവ്യാഗ്രഹവും ഒഴിഞ്ഞുകൊള്ളുകയും. ഒരുത്തന് സമൃദ്ധി ഉണ്ടായാലും അവൻ്റെ വസ്തുവകയല്ല അവൻ്റെ ജീവന് ആധാരമായിരിക്കുന്നത് എന്ന് പറഞ്ഞു. സ്വതന്ത്രം. അപ്പം നമ്മൾ ദ്രവ്യാഗ്രഹം, നമുക്ക് ജീവിക്കാൻ സമ്പത്ത് ആവശ്യമാണ്, പൈസ ആവശ്യമാണ്, മറ്റൊരാളുടെ മുമ്പിൽ കൈ നീട്ടരുത്, ഇതൊക്കെ വാസ്തവമായിരിക്കുമ്പോഴും ദ്രവ്യത്തോടുള്ള അമിതമായ ആഗ്രഹം, എങ്ങനെ എനിക്ക് സമ്പാദിക്കാം, എങ്ങനെ 8 രൂപ ഇട്ടാൽ 10 രൂപ എനിക്ക് സമ്പാദിക്കാൻ സാധിക്കും, ഇങ്ങനെ ഒരു ചിന്താഗതി. ഈ ചിന്താഗതി എവിടെ കാണുവാൻ സാധിക്കുമെന്നറിയാമോ? നമുക്കറിയാം, വെളിപ്പാട് പുസ്തകത്തിൽ മർമ്മം മഹദിയാം ബാബിലോൺ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ ബാബിലോണിനെ കുറിക്കുന്നത് മഹാവേശ്യയോടാണ് കുറിക്കുന്നത്. പറയുന്നത് വ്യാപാരം ചെയ്തെന്നാണ് പറയുന്നത്. ഈ അമിതമായ വ്യാപാരം ചെയ്തു. അപ്പം എങ്ങനെ എനിക്ക് പൈസ ഉണ്ടാക്കാം? ഇതാണ് നമുക്കറിയാം, ഈ ബാബിലോണിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് അത് ഒരു വശത്തിൽ നമുക്ക് അതൊരു ആത്മാവാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. അതൊരു ആത്മാവാണ് ഈ ബാബിലോൺ. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ അത് ഈ ജഡത്തിൽ സഞ്ചരിക്കുന്ന ഒരു ആത്മാവാണ്. ഈ ആത്മാവ് എന്താണ്? നമുക്ക് എങ്ങനെ പൈസ ഉണ്ടാക്കാം, എനിക്ക് എങ്ങനെ ലാഭം ഉണ്ടാക്കാം, എനിക്ക് എങ്ങനെ ധനവാനാകാം, എനിക്ക് എങ്ങനെ അറിയപ്പെടുന്ന വ്യക്തിയാകാം, എനിക്ക് എങ്ങനെ പ്രശസ്തനാകാം, ഇത് കൊണ്ടുവരുന്നത് നമ്മൾ ചിന്തിച്ചുകൊള്ളുക. ദൈവത്തിൽ നിന്നുള്ള ആത്മാവല്ല എന്നൊരു കാര്യം നമ്മൾ ചിന്തിച്ചുകൊള്ളുക. സ്വത്രം നമുക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ആശ്രയിക്കാം. നമ്മളെ ദൈവം നമ്മളെ വിളിച്ചുവെങ്കിൽ ആ ദൈവം നമ്മളെ അവസാനത്തോളം നടത്തുവാൻ ആ ദൈവം മതിയായവനാണ് എന്നൊരു കാര്യം നമ്മൾ മറന്നു പോകരുത്. എസ്കേൽ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 33-ാം അധ്യായത്തിൽ ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായത്തിൽ അതിൻ്റെ 3-ാം വാക്യത്തിൽ ദൈവം ഇങ്ങനെ അരുളി ചെയ്തിട്ടുണ്ട്, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദീർഘമാക്കിയിരിക്കുന്നു. സ്തോത്രം. നാം ഇന്ന് ഈ ലോക ജീവിതത്തിൽ എന്തെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ നമ്മുടെ കഴിവോ മിടുക്കോ കൊണ്ടൊന്നുമല്ല നമ്മൾ ഓർത്തുകൊള്ളുക. ദൈവം നമ്മളെ നിത്യസ്നേഹത്താൽ നമ്മളെ സ്നേഹിച്ചത് കൊണ്ടും നമ്മളെ ഇന്ന് നിർത്തിയിരിക്കുന്നത് കൊണ്ടുമാണ് നാം ഈ ലോക ജീവിതത്തിലായിരിക്കുന്നത്. അതുകൊണ്ട് നാം മറ്റൊന്നിനും പുകഴരുത്. ദാവീദ് ഇവിടെ സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ നമ്മുടെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുക. നമ്മുടെ പ്രത്യാശ, നമ്മുടെ പാറ, നമ്മുടെ രക്ഷ, നമ്മുടെ ഗോപുരം, നമ്മുടെ സങ്കേതം, ഇതെല്ലാം ആ കർത്താവാണ് എന്ന് ഓർത്ത് നമ്മുടെ ഈ ഭൂമിയിലുള്ള ജീവിതകാലം ഭക്തിയോടെ, ശ്രദ്ധയോടെ, ഭയത്തോടെ കഴിയുക ദൈവനാമത്തിൽ ഓർപ്പിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും.